ഞാൻ ഈ എൻജിൻ്റെ സൗണ്ടിനെ പറ്റി ആളോട് ചോദിച്ചു. അപ്പോൾ ആൾ പറഞ്ഞത് ഇതിൻ്റെ എൻജിൻ്റെ സൗണ്ട് നമുക്ക് ഒരുവിധം കുറയ്ക്കാനേ പറ്റുള്ളൂ, അല്ലാതെ പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റില്ല. അതിൻ്റെ മെറ്റൽ പാർട്സ് ഉണ്ട്. ഹലോ ഗൈസ്, മൈ നെയിം ഈസ് അജയ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ കൊണ്ട് ഓയിൽ ഫിൽറ്ററും ഓയിലും മാറാൻ വേണ്ടി പോകുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സംശയം ഉപയോഗിക്കുന്ന ഓയിൽ ഏതാണെന്നുള്ളതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് സെമി സിന്തറ്റിക് ആയിട്ടുള്ള ഒരു ഓയിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഏത് ഓയിലാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് പറഞ്ഞുതരാം. അപ്പോൾ ഇതിന് എത്ര രൂപ ചിലവ് വരുന്നുള്ളതും നമുക്ക് വീഡിയോയിൽ പറയാം. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കുക. ഒരു വട്ടം ഹോണ്ടയിൽ കൊടുത്ത് സർവീസ് ചെയ്തു, പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളെ ഇവിടെ വേറെ പ്രൈവറ്റായിട്ട് കൊടുത്ത് സർവീസ് ചെയ്തു. അപ്പോൾ അതിൽ ഫസ്റ്റത്തേൽ അവർ ഇതിൻ്റെ എന്താ വാൽവ് ഗൈഡ് എന്തിനാണ് ടൈറ്റായിട്ട് സൗണ്ട് വരുമെന്ന് പറഞ്ഞാൽ അന്ന് നല്ല സൗണ്ട് ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് കൊടുത്തപ്പോൾ അവർ മറ്റേ ടെൻഷനർ മാറിയിട്ട് ഓക്കെ ചെയ്യുന്നുണ്ട് തന്നു. പക്ഷേ ആ സൗണ്ട് ഇപ്പോഴും ഉണ്ട്. കറക്റ്റ് ചെയ്യണമെങ്കിൽ എന്തോരം ഇത് വരും. ഇതിപ്പോൾ ഞാൻ 5-6 പ്രാവശ്യമായി സർവീസ് ചെയ്യണം. ഇതിൻ്റെ വാൽവ് ഗൈഡ് ഉണ്ടല്ലോ, അതിനൊരു ഗേജ് ഉണ്ട്. അതിൻ്റെ ഇടയിലൊരു എന്താ പറയുക, നമ്മളൊരു ക്ലിയർ ഗേജ് വെച്ച് നോക്കിയിട്ടാണ് അതിൻ്റെ ടൈറ്റ് ചെയ്യുന്നത്. ഇതിപ്പോൾ എന്താ സംഭവം വെച്ചാൽ ഇത് ടൈറ്റാണ്, ഇത്തിരി ഓട്ടായിട്ടാണ് അതിൻ്റെ ട്യൂണിങ് കറക്റ്റായിട്ട് നിൽക്കുന്നില്ല. അതാണ് ആ കുത്തൽ വരുന്നത്. ഈ കുത്തൽ വരുന്ന നേരത്തെ ടൈമിങ് ചെയ്യും കൊണ്ട് അടിക്കുന്ന സൗണ്ടാണ് ഇപ്പോൾ റെഡി ആയിരുന്നത്. അപ്പോൾ ടെൻഷനൊന്നും മാറേണ്ട കാര്യമില്ല. അപ്പോൾ കുഴപ്പമില്ല. മെറ്റൽ പാർട്സ് ഉണ്ട് അതിന്. എന്തിൻ്റെ പാർട്സ് ഉള്ളത്? എന്തിൻ്റെ പാർട്സ് ഉള്ളത്? ഇത് എഞ്ചിൻ പാക്ക് ചെയ്യുമ്പോൾ ഇടുന്ന പേസ്റ്റ്. അതിനുള്ള കുഴപ്പമില്ല. പാർട്സിലൊന്നും തന്നെ വരുമ്പോൾ തന്നെ നമുക്കറിയാം. പാക്കിങ് പഠിക്കണം. കേസിൻ്റെ പാക്കിങ് ഇവിടെ ഇത്തിരി പ്രശ്നമുണ്ട്. അപ്പോൾ പിന്നെ ഇനി ഇട്ട് കഴിഞ്ഞാൽ അവിടെ നിന്ന് ലീക്ക് വരാൻ തുടങ്ങി. ഇവിടെ അടുത്തുണ്ട്, ഷോപ്പുണ്ട്. ഏത് മറ്റേ ചൈനീസിൻ്റെ ഈ മോഡൽ പറഞ്ഞാൽ പോരെ? മതി, എനിക്ക് ആ ഫിൽറ്റർ ഉണ്ട്. അപ്പോൾ ആ വണ്ടിയുടെ ക്ലച്ച് സൈഡിലുള്ള ഒരു കവറും കൂടി മേടിക്കണം എന്ന് പറഞ്ഞു കേട്ടോ. ഗ്യാസ്കറ്റ് ആർ കവർ, അതായത് ക്ലച്ച് സൈഡിൽ വരുന്ന ഒരു സീലിംഗ് കൂടി മാറ്റണം എന്ന് പറഞ്ഞു. അപ്പോൾ അത് മേടിച്ചിട്ട് 135 രൂപ ഇതിന്. നമ്മളിതും മേടിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വണ്ടി അവിടെ എഞ്ചിൻ അയച്ചിട്ട് എടുക്കുക. കൂട്ടത്തിൽ ഈ ഐറ്റം കൂടി മേടിച്ചിട്ടുണ്ട്. ഇത് നമ്മളെ ഫയറിംഗ് ഒക്കെ പിടിച്ച് നിർത്തുന്ന ലോക്കില്ലേ, ഈ പണ്ടാറാണ് ഇത്. ഓരോരുത്തർമാർ വർക്ക്ഷോപ്പിൽ അയക്കുമ്പോൾ ഓരോന്നായിട്ട് മിസ്സായിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ സാധനത്തിന് എന്ത് വില ഉണ്ട് വെച്ചാൽ ഒരെണ്ണത്തിന് 8 രൂപയോളം വില വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫയറിങ് അടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതും കൂടി ഒന്ന് ശരിയാക്കാൻ വേണ്ടി മേടിച്ചതാണ്.
ഇതിൻ്റെ ഉള്ളിൽ വേറെ ഒരു സ്പ്രിങ് അങ്ങനത്തെ സംഭവമൊന്നും ഇല്ലല്ലോ കംപ്ലൈൻ്റ് ആവാനായിട്ട്. എന്നിട്ട് ക്രാങ്ക് ഷാഫ്റ്റാണ്, അങ്ങനെ ഉള്ളിൽ എന്തൊരു സ്പ്രിങ്ങും ഒരു റബ്ബറും കംപ്ലൈൻ്റ് ആയാലും നോയ്സ് വരും എന്ന് പറഞ്ഞിട്ട്. അതിനുകൊണ്ട് വരാൻ ചാൻസ് ഉണ്ട് സൗണ്ട്, ഹമ്മിങ് നോയ്സാണ്. അങ്ങനത്തെ സൗണ്ട് ആയിരുന്നു ഉള്ളത്, ഞാൻ കേൾപ്പിച്ചു തരാം അങ്ങനത്തെ ആയിരുന്നു എന്നുള്ളത്. ഒരടി കിടക്ക് കിടക്ക് കിടക്കുന്നുള്ള ഒരു അടി വരും. അപ്പോൾ അതാണ് ഡൗട്ട്, ഇനി റണ്ണിങ്ങിലെങ്ങാനും സ്റ്റക്കാവും എന്നുള്ളൊരു പേടിയിൽ കൊണ്ട് നടക്കും. ഇനി മറ്റേ ടൈമിങ് ചെയിൻ്റെ എങ്ങനെ ടൈമിങ് ചെയിന് ഇതുവരെയായിട്ട് മാറിയിട്ടില്ല എന്നുണ്ട്. ഇപ്പോൾ ഒരു 71 കിലോമീറ്ററോളായി, 71,000. ആ ചെയ്ത് കഴിഞ്ഞാൽ 1 മാസം 2 മാസം വരെ കുഴപ്പമില്ലാണ്ട് ഓടും. ഈ ഒരു ഓട്ടോറിക്ഷയുടെ ഒക്കെ ഒരു സൗണ്ട് വരില്ലേ, എന്നിട്ട് അങ്ങനത്തെ ഒരു സൗണ്ട് കയറി വരും. അത് നമ്മൾ നന്നാക്കാൻ വേണ്ടി കാണിച്ചു കൊടുക്കുമ്പോൾ അത്ര ഇതിൽ കാണിക്കില്ല, പക്ഷെ നമ്മൾ രാവിലെ ഒക്കെ വണ്ടി എടുക്കുമ്പോൾ ആ സൗണ്ട് ഉണ്ടാവും. അതിൻ്റെ ആണെങ്കിൽ തന്നെ നമുക്ക് റെഡി ആക്കണേ എത്ര വരും? വീണ്ടും വരും. അപ്പോൾ വാൽഗേറ്റ് ഇത് കഴിഞ്ഞാലോ ആ സെപ്പറേറ്റ് അടിച്ചു കഴിഞ്ഞാൽ പോയി. പിന്നെ ആ പവറും പണ്ടത്തെ പവറും കാര്യങ്ങളൊന്നും കറക്റ്റായി കിട്ടില്ല. വണ്ടി കൈ കൊടുത്താലും ഇങ്ങനെ നീങ്ങാത്തൊരു നീങ്ങില്ലേ. ശരിക്കും കുറച്ച് ഫ്രീ വരും. അതായത് ഈ ചെറിയ എഞ്ചിനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പുതിയ എഞ്ചിൻ്റെ സൗണ്ട് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നോയ്സി ആയിരിക്കും, സ്റ്റാറ്റിക് നോയ്സി ആയിരിക്കും. അത് ആ ഒരു ക്ലിയറൻസിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ വർക്കിംഗ് ക്ലിയർ ആവുള്ളൂ. ഈ ക്ലിയറൻസ് ഇതിൽ തീരെ ക്ലിയറൻസ് ഇല്ല, വണ്ടിക്ക് വലിയ ഉണ്ടാവില്ല. അതൊന്ന് ഫുള്ള് നമ്മൾ ആക്സിഡൻറ്റ് കൊടുത്തു എന്നായിരിക്കും വണ്ടി. ഈ പെട്രോൾ കഴിയുമ്പോൾ ഒരു കുത്തൽ വരില്ലേ, അതുപോലെ ഒരു കുത്തൽ വരും. പിന്നെ ഷോക്ക് അബ്സർ മാറാറായിട്ടില്ലേ? ഇപ്പൊ കേട്ടില്ല സൗണ്ട്, അത് റെഡിയാക്കാൻ പറ്റുമോ? അത് റെഡിയാക്കാൻ പറ്റിയത് അതല്ലല്ലോ എല്ലാ വണ്ടിക്കും സെയിം ഉണ്ടെന്ന് പറയുന്നുണ്ട്. ചിലവരോട് ചോദിക്കുമ്പോൾ ഒരു ക്രാം ഷാഫ്റ്റിന് എന്നിട്ട് മാറിയപ്പോൾ ശരിയായി എന്നൊക്കെ പറയുന്നുണ്ട്. ഇല്ലല്ലേ? നമുക്ക് തോന്നലുണ്ടാവുള്ളൂ. അല്ല ഒരു വിധമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ഓടിക്കാൻ പറ്റില്ലേ? ഇതിപ്പോൾ ഒരുമാതിരി വൃത്തിയായിട്ട സൗണ്ടായി കടക്ക് കടക്ക് എന്നിട്ട് അടി വന്ന് തുടങ്ങി. അതിനെ മെയിനായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുക അത് സൗണ്ട് മാറ്റാനായിട്ട് കാര്യമില്ല. പകരം ഈ ട്യൂണിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെയോ അപ്പോൾ വീണ്ടും ഹെഡ് അയക്കേണ്ടി വരും. ഹെഡ് ഫുള്ളായിട്ട് അയക്കില്ല, കവർ അയച്ചാൽ മതി. നാളത്തെ ഇത് മാത്രം നാളത്തെ കവർ അയക്കുക, ടാർഗറ്റ്. അപ്പോൾ അതിൻ്റെ ട്യൂണിങ്ങിൻ്റെ ഒരു ഇതൊക്കെ ക്ലിയർ ആകും. എന്തായാലും പിന്നെ വരാം, കണ്ടുണ്ടാവില്ല. ഇതിപ്പോൾ എത്ര? അപ്പോൾ നമ്മളങ്ങനെ ഓയിലും ഓയിൽ ഫിൽറ്ററും ഒക്കെ മാറിക്കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായ ഓയിൽ എന്ന് പറയുന്നത് ടോട്ടലിൻ്റെ ഒരു സെമി സിന്തറ്റിക് ആയിട്ടുള്ള ഒരു ഓയിലാണ്. അപ്പോൾ അതിന് MRP വരുന്നത് 515 രൂപയാണ്. പക്ഷേ അതിനെന്തോ കൂപ്പണിൻ്റെ സ്കാൻ ചെയ്തിട്ട് നമുക്ക് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ടൊരു 450 രൂപയ്ക്കാണ് ഓയിൽ മേടിച്ചിട്ടുള്ളത്. അത് സെമി സിന്തറ്റിക് ആയിട്ടുള്ള ഓയിലാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ഓയിൽ ഫിൽറ്റർ മാറാനായിട്ട് അതിനൊരു 25 രൂപ വന്നിട്ടുള്ളൂ ആ ഓയിൽ ഫിൽറ്ററിന്. പിന്നെ അത് ചേഞ്ച് ചെയ്യാനായിട്ട് ഒരു 250 രൂപ
അപ്പോൾ ഓയിൽ ഫിൽറ്ററും മാറ്റി നമ്മൾ ബാക്കിലെ ചെയിനും കൂടി ടൈറ്റ് ചെയ്യിപ്പിച്ചു. അതിനെല്ലാം കൂടി വർക്കിംഗ് ചാർജ് 250 രൂപ മേടിച്ചു. പിന്നെ അതിൻ്റെ സൈഡിലുണ്ടായിരുന്ന ഗ്യാസ്കറ്റിൻ്റെ ഒരു കവറിങ് മാറ്റി, അതിന് 135 രൂപ ആയത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഇപ്പോൾ ഇതിന് വേണ്ടി ചിലവായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അവിടെ പോയപ്പോൾ ഞാൻ ഈ എഞ്ചിൻ്റെ സൗണ്ടിനെ പറ്റി ആളോട് ചോദിച്ചു. അപ്പോൾ ആൾ പറഞ്ഞത് ഇതിൻ്റെ എഞ്ചിൻ്റെ സൗണ്ട് നമുക്ക് ഒരുവിധം കുറയ്ക്കാനേ പറ്റുള്ളൂ, അല്ലാതെ പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റില്ല. അതിൻ്റെ ട്യൂണിങ്ങിൽ ഓവർ ടൈറ്റ് ആയതുകൊണ്ട് വന്നാണ്ടുള്ള പ്രോബ്ലം ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളെന്തായാലും അടുത്ത പ്രാവശ്യം ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ അടുത്ത് ചോദിക്കുന്നതെന്ന് വെച്ചാൽ ഓയിൽ ഏത് യൂസ് ചെയ്യണം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് തന്നെ 3 ടൈപ്പ് ഓയിലുകൾ വരുന്നുണ്ട്. നമ്മുടെ സാധാ ഓയിൽ, പിന്നെ സെമി സിന്തറ്റിക് ആയിട്ടുള്ള ഓയിൽ, പിന്നെ ഫുള്ളി സിന്തറ്റിക് ഓയിൽ. അപ്പോൾ ഈ 3 ടൈപ്പ് ഓയിലുകളാണ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട്. ഇതിൽ തന്നെ ഒരുപാട് കമ്പനികൾക്കും ബ്രാൻഡ് കുറേ ഉണ്ട്. അപ്പോൾ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് മോട്യൂളിൻ്റെ 10W40 എന്ന് പറഞ്ഞിട്ടുള്ള ഫുള്ളി സിന്തറ്റിക് ആയിട്ടുള്ള ഒരു ഓയിലാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് സെമി സിന്തറ്റിക് ആയിട്ടുള്ള ഒരു ഓയിലാണ്. അപ്പോൾ അതിൽ ഞാൻ 2-3 ബ്രാൻഡൊക്കെ യൂസ് ചെയ്ത് മാറ്റി നോക്കി. അതാണ് സെമി സിന്തറ്റിക്കിൽ ഒരു ബ്രാൻഡ് പറയാത്തത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ടോട്ടലിൻ്റെ ആണ് ഇപ്പോൾ അടുത്ത് മാറിയത്. അത് ഞാൻ 2 ദിവസം ഉപയോഗിച്ചപ്പോൾ കുഴപ്പമില്ല, നല്ല സ്മൂത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്, വർക്കിംഗ് ഒക്കെ നല്ല സ്മൂത്ത് ഉണ്ട്. അപ്പോൾ എത്ര ദിവസം കിട്ടുമെന്ന് അറിയില്ല. അത് സെമി സിന്തറ്റിക് ആയിട്ടുള്ള ഓയിലാണ് കേട്ടോ. നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഫുള്ളി സിന്തറ്റിക് ആയിട്ടുള്ള ഓയിൽ ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചും കൂടി എഞ്ചിന് നല്ലത്.